കഴിക്കാനോ? എന്നാ മുപ്പത് നമ്മൾ സ്ഥാപനം നിൽക്കുന്നത് നമ്മുടെ അതിനകത്ത് പാലത്തിനടുത്ത് കുളക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഐറ്റമാണ് കൊടുക്കുന്നത്. ഒന്ന് കപ്പ അല്ലെങ്കിൽ ചീനി എന്ന് പറയും, 2 കാച്ചിൽ, എല്ലാം ഈ 2 പീസാണ് കൊടുക്കുന്നത്. ചേമ്പ്, ചേന, ഏത്തപ്പഴം പുഴുങ്ങിയത്, മധുരക്കിഴങ്ങ്. ഇതുകൂടാതെ ഇതിനകത്ത് 2 ഐറ്റം ചമ്മന്തി ഉണ്ട്. മുളക് ചമ്മന്തി, മുളക് വറുത്തര ചമ്മന്തി, പിന്നെ ഉള്ളത് കാന്താരി ചമ്മന്തി. ഇങ്ങനെ 2 ഐറ്റം ചമ്മന്തി, 6 ഐറ്റം പുഴുക്കൂടാണ് കൊടുക്കുന്നത്. ഇതൊരു പ്ലേറ്റിന് 50 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കിൻ്റെ കൂടെ ചുക്ക് കാപ്പി ഉണ്ട്. ചുക്ക് കാപ്പി കൂടാതെ നമ്മൾ ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങളുണ്ട്. ഇലയടയുണ്ട്, തെരളയുണ്ട്, പിന്നെ കൊഴുക്കട്ടയുണ്ട്. അങ്ങനെ 3-4 ഐറ്റം ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങൾ ചുക്ക് കാപ്പിയായിട്ടാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഴുക്കിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി തൊട്ടാണ് പുഴുക്കിൻ്റെ സമയം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണി തൊട്ട് രാത്രി ഒരു 10-11 മണി വരെ എന്തായാലും സാധനം ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്കിവിടെ അലോടാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചുക്ക് കാപ്പിയും ആവിയിൽ പുഴുങ്ങിയ പലഹാരം രാവിലെ 9 മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പുഴുക്കയറ്റം തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 1 മണി തൊട്ട്. ബുക്കിംഗ് ആയിട്ടല്ല, വരുന്നവർക്ക് നമ്മൾ അന്നേരം ലൈവായിട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. തീരുമ്പോൾ നിർത്തും അതോ? ഇതെന്തായാലും രാത്രി ഒരു 10 മണി വരെ എന്തായാലും പുഴുക്കുണ്ടാവും. ആവിയിൽ പുഴുങ്ങിയ പലഹാരം എന്തായാലും കണ്ടിന്യൂസ് ഉണ്ടാവും. സ്വന്തമായിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് സ്ഥാപനമുണ്ട്, ധരണി ഫാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്ത് നമ്മൾ ചെയ്ത് ആവശ്യക്കാർക്ക് ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമാണിത്. ഇത് പിന്നെ മുളക് ചമ്മന്തി, അതായത് മുളക് എണ്ണയിൽ വറുത്ത് അരച്ചെടുക്കുന്ന ചമ്മന്തി. പിന്നെ ഒന്നുള്ളത് കാന്താരി ചമ്മന്തിയാണ്. നമ്മുടെ നാടൻ കാന്താരിയും പച്ചമുളകും മിക്സാക്കി എടുക്കുന്ന കാന്താരി ചമ്മന്തി. അങ്ങനെ 2 ഐറ്റം ചമ്മന്തിയാണ് പുഴുക്കിൻ്റെ കൂടെ കൊടുക്കുന്നത്. എല്ലാം ചെറിയ പീസുകളാണ്. 5 രൂപ. ഒരു ചുക്കാപ്പിക്ക് 15 രൂപ. അത് ചമ്മന്തിക്ക് ഇടാനുള്ള ചേർക്കാനുള്ള പുളി. ഇത് നമ്മുടെ ഇലയടയാണ്. ഇതിപ്പം നിലവിലിപ്പോൾ തീരാറായി, അടുത്തത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ലൈവായിട്ട്. ഇലയടയുണ്ട്, തെരളയുണ്ട്. സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക, ഒന്നും തീരത്തില്ല. സ്ഥലം അടുന്ന് വരുവാണെങ്കിൽ അതിനകത്ത് പാലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സ്റ്റോപ്പ് വരെ പോകണ്ട. അതിനകത്ത് പാലം കഴിഞ്ഞിട്ട് 100 മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ കുളക്കട എന്ന് പറയും. കുളക്കട പാലത്തിന് തൊട്ട് ബാക്കിലായി. കുളക്കട കൊല്ലം ജില്ലയാണ്. ബോർഡർ ആയി. അതിനകത്ത് പാലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കൊല്ലത്തിൻ്റെ ബോർഡറാണ്. തീർച്ചയായിട്ടും. ആദ്യകാലങ്ങളിൽ ഈ ധരണി ഫാംസിൽ നാടൻ വെജിറ്റബിൾ, വിഷരഹിത പച്ചക്കറി മാത്രം സെയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കടയായിരുന്നു. ഇവരിത്രയും തോട്ടങ്ങളെടുത്ത് ഇവിടെ കൃഷി ആരംഭിച്ചതോടെ ഈ വിവിധയിനം പൂക്കളുടെ കൃഷി, കായ്കറികൾ, ഇതെല്ലാം വിപുലമായ രീതിയിൽ ഇവിടെ വൻ ശേഖരം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരിപ്പോൾ ഈ നാടൻ പുഴുക്കിൻ്റെ ഇതും നാടൻ ചുക്ക് കാപ്പിയും നാടൻ വിഭവങ്ങളെല്ലാം ഐറ്റംസ് എല്ലാം ഇവിടെ സെയിൽസ്. കിട്ടാത്തൊരു വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു തെരളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ തേങ്ങയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ വറക്കും. ഇവിടെ നെയ്യിലാണ് വറക്കുന്നത്. ഞാൻ കണ്ട് അന്തം വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുതലാളിയോട് ചോദിച്ചു ഇതെങ്ങനെ മുതലാവുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു സേവനം, എത്രയോ രൂപയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. എനിക്ക് ശമ്പളമുണ്ട്, എൻ്റെ മക്കൾക്ക് എൻ്റെ ഇവർക്കൊന്നും ഇവിടുന്ന് 5 പൈസ കൊണ്ടുപോകണ്ട. ഇവിടെ ഒരു 10-15 തൊഴിലാളികളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. അതൊരു സേവനമാണ്. പിന്നെ അതിൻ്റെ പുറകിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ നാട്ടുകാർക്കുള്ള ടേസ്റ്റി ഫുഡ്, അതൊരു സേവനമാണ്. ഈ സേവനത്തിൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അതാണ് എൻ്റെ
അത് തന്നെ സ്ഥലങ്ങളിൽ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കഴിക്കുന്ന കൊട്ടാരക്കര ട്രിവാൻഡ്രം കോയിൽ ഈ പോകുന്ന വഴിയിലെല്ലാം ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇതിനായിട്ട് വന്നു എന്ന്. ഞാൻ അന്തം വിട്ടുപോയി. പഴയ കാലത്തെ ഒരു തനിമയിലൂടെ കഴിക്കാൻ പറ്റും. അത് വലിയൊരു നേട്ടമാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ലാഭത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇത് എന്നെ അടച്ചു പൂട്ടിയാണ്. ഇത് ആ പുള്ളിക്ക് ആ ഒരു ലക്ഷ്യമില്ല. പുള്ളി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഇതിനെന്ന് വെച്ചാൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഇത് ജനസേവനം നടത്തുക. ഇത് ഈ 2 എയിമിലാണ്. ഇത് ജനങ്ങളിൽ അപൂർവമുള്ള ജനങ്ങളെ ഇതുപോലെ കിട്ടുള്ളൂ. എനിക്ക് ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ വലിയ മനസ്സാണ്.